എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഔദക്കുട്ടിച്ചായൻ പുനലൂർക്ക് പോവുകയാണ്. ഈ സമയം അലീനയ്ക്ക് നല്ല വിഷമമുണ്ട്. അലീന ഔദക്കുട്ടിച്ചായനോട് പറയുന്നുണ്ട്, വല്യപ്പച്ചൻ പോയാൽ എനിക്ക് വലിയ വിഷമമാണ്. ഇവിടെ എനിക്ക് ആകെയുള്ളൊരു കൂട്ടും സമാധാനവും വല്യപ്പച്ചനാണ്. അതെന്താ മോളെ, ഇവിടെ ഇനിയിപ്പോൾ ഞാൻ പോയാലും നിനക്ക് ലാലിച്ചനില്ലേ, നിൻ്റെ സ്വന്തം പപ്പയില്ലേ എന്ന് പറയും. പപ്പയും ഞാനുമായിട്ട് പിണക്കത്തിലാന്നുള്ള കാര്യം വല്യപ്പച്ചൻ അറിയാമല്ലോ. എന്ത് പിണക്കം? അത് നീ അങ്ങനെ സംസാരിച്ചപ്പോൾ അവന് നിന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അല്ലാതെ അവന് ദേഷ്യമൊന്നും അധിക സമയം അവൻ്റെ മനസ്സിലിരിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ നിന്നോട് വന്ന് സംസാരിക്കുമെന്ന് പറയും. അതൊക്കെ ശരിയാണ്, പക്ഷേ വല്യപ്പച്ചൻ പോയാൽ എനിക്ക് വലിയ വിഷമമാണെന്ന് പറയും. മോളെ, അത് എനിക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് എന്തായാലും ഒരു 3 ദിവസം ഞാൻ പുള്ളേർക്ക് പോയേ പറ്റത്തുള്ളൂ. അവിടെ ഞാൻ ചെല്ലേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വരാം. അതുവരെ എൻ്റെ മോളെ നല്ല സന്തോഷമായിട്ടിരിക്കണം. പിന്നെ ലാലിച്ചനെ മര്യാദ പഠിപ്പിക്കാൻ എൻ്റെ ചിന്നമ്മ ഇല്ലേ ഇവിടെ, പിന്നെ ആര് വേണം? അതുകൊണ്ട് അവനെ ഒന്ന് നിയന്ത്രിക്കാനും ഞാൻ ചിന്നമ്മയെ ഏൽപ്പിച്ചിട്ട് പോവാം. മോൾ സന്തോഷമായിട്ടിരിക്കണം. വല്യപ്പച്ചൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറയും. അങ്ങനെ ഔദക്കുട്ടിച്ചായനെ അലീന യാത്രയൊക്കെയാണ്. ഇതൊക്കെ സ്റ്റാൻലി കാണുന്നുണ്ട്. സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പച്ചൻ പോകുന്നതിന് അലീനയ്ക്ക് നല്ല വിഷമമുണ്ടെന്നും കൊച്ചുമകളും വല്യപ്പച്ചനുമായിട്ട് നല്ല സ്നേഹത്തിലാണെന്നുള്ള കാര്യവും സ്റ്റാൻലിക്ക് അറിയാം. അതിനുശേഷം ബാലചന്ദ്രൻ അലീനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. ആ സമയത്ത് അലീന പറയും, കുഴപ്പമില്ല അച്ഛ, സന്തോഷമായിട്ടിരിക്കുക. പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായി ഞാനുമായിട്ട് എപ്പോഴും ഓരോന്നും പറഞ്ഞ് സംസാരമാണെന്ന് പറയും. അതെന്ത് പറ്റി? അതേ, ഇവിടുത്തെ ജോലിക്കാരെല്ലാം ഓരോരോ കള്ളത്തരങ്ങൾ ചെയ്യുക. അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. ഞാനും വല്യപ്പച്ചനും അത് പപ്പയോട് പറയുമ്പോൾ പപ്പ പറയും, നീ ഇതിലൊന്നും കയറി ഇടപെടണ്ട, നീ കിച്ചണിൽ കയറണ്ട എന്നൊക്കെ പറയും. എങ്ങനെ അച്ഛാ എപ്പോൾ നോക്കിയാലും വെറുതെ എങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? എനിക്കത് ശീലമില്ലല്ലോ. അത് ശരിയാണ്, നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബോറടിയാന്ന് പറയും. അതൊരു പ്രശ്നമാണ്. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷം? ഇവിടെ എന്തുവാ, നിൻ്റെ മേഡം തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അവൾ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഞാനുമായിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കുമല്ലേ. പിന്നെ ഇവിടെ പുതിയൊരു സർവൻറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സർവൻറ്റിനെയോ? കുട്ടികൾ പറഞ്ഞ സർവൻറ്റിനെയൊന്നും ആവശ്യമില്ലെന്ന്. അപ്പോൾ അവൾക്ക് നിർബന്ധം. പിന്നെ ആയിക്കോട്ടെന്ന് ഞാനും കരുതി. വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം? അതുകൊണ്ട് തന്നെ ഞാനൊന്നിനും പോകുന്നില്ല. അത് മതി അച്ഛാ, അച്ഛനൊരു പ്രശ്നത്തിന് പോകണ്ടെന്ന് പറയും. പിന്നെ സ്റ്റാൻലി അങ്ങനെ നിന്നോട് നല്ല സ്നേഹമായിട്ടൊക്കെയാണോ സംസാരിക്കുന്നത്? സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷേ ഒരു പട്ടാള രീതിയാണ്. അത് പിന്നെ അയാൾ മിലിറ്ററിയിലല്ലായിരുന്നോ, റിട്ടയർഡ് ലെഫ്റ്റനൻറ്റ് കേണൽ സ്റ്റാൻലി ജോസഫ്. പക്ഷേ ഇപ്പോൾ റിട്ടയർ ചെയ്തില്ലേ, എന്നാലും കേണലാന്നുള്ള ഒരു രീതി ഇപ്പോഴും ഉണ്ടെന്ന് പറയും. എല്ലാവരും പപ്പയെ അനുസരിക്കണം. പപ്പയടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നേരം വെളുക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്നത്, വൈകുന്നേരം ആയാലും കുടിക്കൊരു അവസാനമില്ല. എന്തോരം മദ്യമാണ് കുടിച്ച് തീർക്കുന്നത്. അതൊക്കെ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റും. നീ സ്റ്റാൻലിയോടൊന്ന് സംസാരിച്ചാൽ മതി. എന്നെ കൊണ്ടൊന്നും പറ്റാൻ ഒരു തോന്നുന്നില്ല. അതൊന്നും നീ പറയണ്ട. നിന്നെപ്പോലെ സ്നേഹമുള്ളൊരു മോള് വിചാരിച്ച എന്താ നടക്കാത്തത്? എല്ലാവരും മയക്കാൻ പറ്റിയൊരു സൂത്രവിദ്യ നിൻ്റെ കയ്യിലുണ്ടല്ലോ. അതെന്ത് സൂത്രവിദ്യ? സ്നേഹത്തിൽ പൊതിഞ്ഞ മാലാകയല്ലേ നീ. നിന്നെക്കൊണ്ട് നിൻ്റെ പപ്പയെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറയും. ശരി അച്ഛാ, ഞാൻ എല്ലാവരെയും അന്വേഷിച്ചെന്ന് പറയണേ. എല്ലാം ഞാൻ പറഞ്ഞോളാം എന്ന് പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം അലീന സിറ്റൗട്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ആരുമില്ല കൂട്ടിന്. വല്യപ്പച്ചൻ പോയതിനു ശേഷം ആരും ഇല്ലാതെ ഇരിക്കുകയാണ്. ജോലിക്കാരോട് അത്ര നല്ല അടുപ്പത്തിലും അല്ലല്ലോ. പിന്നെ സ്റ്റാൻലി അധികം ഒന്നും സംസാരിക്കാറില്ല. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല സങ്കടവും. ആദ്യം സ്റ്റാൻലി വന്ന് നോക്കുമ്പോൾ സിറ്റൗട്ടിൽ ഇരിക്കുന്നതാണ്. പിന്നെ അകത്ത് പോയി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സ്റ്റാൻലി വരുമ്പോൾ അലീന അതുപോലെ അവിടെ ഇരിക്കും. അപ്പോൾ ഇതെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നതായിട്ടൊക്കെ അലീന വന്ന് ഭക്ഷണം കഴിക്കാൻ പറയും. എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ അലീന ഒരു കാര്യം തീരുമാനിക്കും. എന്തായാലും പപ്പയ്ക്ക് ഭയങ്കര മദ്യപാനം. പപ്പയുടെ മദ്യപാനം കുറച്ചേ പറ്റത്തുള്ളൂ. പപ്പയെ ആരോഗ്യമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ മദ്യപാനം കുറച്ച് കുറയ്ക്കണം. ഹെൽത്തൊക്കെ എപ്പോഴും നോക്കുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതത്ര ശരിയല്ല. പപ്പയെ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗം ഞാൻ നിരാഹാരം കിടക്കുന്നതാണെന്ന് പറയും. അങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ അലീന ചെല്ലത്തില്ല. ഒത്തിരി തവണ നിർബന്ധിക്കുമ്പോൾ എനിക്ക് വേണ്ട പപ്പയെ, വിശപ്പില്ലെന്ന് പറയും. അതെന്താ നിനക്ക് വിശപ്പില്ലാത്തത്? അപ്പച്ചൻ പോയോണ്ടാണോ? അതൊന്നുമല്ല. പപ്പയ്ക്ക് ആഹാരമൊന്നും വേണ്ടല്ലോ. നീ കഴിച്ചില്ലെങ്കിൽ എനിക്കും വേണ്ട. അല്ലെങ്കിലും പപ്പയ്ക്ക് ആഹാരത്തിനോടല്ലല്ലോ താല്പര്യം, മദ്യത്തിനോടല്ലേ. നേരം വിളക്കുമ്പോൾ തുടങ്ങുന്നില്ലേ മദ്യപാനം എന്ന് പറയും. അത് അലീന, ഞാൻ മിലിറ്ററിയിലായിരുന്നല്ലോ, അവിടെ വെച്ച് കിട്ടിയ ശീലമാണെന്ന് നിന്നോട് പറഞ്ഞില്ലേ. എന്നാലും പപ്പ ആരോഗ്യമായിട്ടിരിക്കുന്നില്ലേ എനിക്ക് നല്ലത്. പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എനിക്ക് ആരുണ്ട്? അതുകൊണ്ട് തന്നെ പപ്പ ഇനി മദ്യപാനം കുറയ്ക്കാതെ ഞാൻ ഇവിടുന്ന് ആഹാരം കഴിക്കത്തില്ല. അലീന, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുക എന്ന് പറയും. അങ്ങനെ അലീന സ്റ്റാൻലി ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് നിരാഹാരം ഇരിക്കുകയാണ്. അലീനയുടെ നിരാഹാരം കാണുന്ന സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് പെട്ടെന്നൊന്നും മദ്യപാനം നിർത്താൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ കുറയ്ക്കാമെന്ന് പറയും. ശരി, അങ്ങനെ അലീനയും സ്റ്റാൻലിയും തമ്മിൽ ഒരു യോജിപ്പിലെത്തുകയാണ്. അങ്ങനെ അലീനയ്ക്ക് വേണ്ടി മദ്യപാനം കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, മതി, കുറച്ച് അവസാനം ഇതങ്ങ് നിർത്തിയാൽ മതിയെന്ന് പറയും. അങ്ങനെ അവർ തമ്മിലങ്ങ് സ്നേഹമാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.